നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. UKയിൽ നികുതി സംവിധാനത്തിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി ഏകദേശം 8.64 ലക്ഷം നികുതിദായകർക്ക് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച പുതിയ റിപ്പോർട്ടിംഗ് സമയപരിധി ബാധകമാകും. HMRCയുടെ മേക്ക് ഇൻ ടാക്സ് ഡിജിറ്റൽ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സ്വയം നികുതി റിട്ടേൺ സമർപ്പിക്കുന്നവർക്കായി ത്രൈമാസ റിപ്പോർട്ടിംഗ് ആണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 50,000 പൗണ്ടിൽ കൂടുതൽ വരുമാനമുള്ള സ്വയം തൊഴിലുകാരും വാടക വരുമാനമുള്ളവരുമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. പുതിയ സംവിധാന പ്രകാരം അംഗീകൃത അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരുമാനവും ചെലവും സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റൽ രേഖകളിൽ സൂക്ഷിച്ച് ത്രൈമാസ അടിസ്ഥാനത്തിൽ HMRCക്ക് സമർപ്പിക്കണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ 30,000 പൗണ്ടിലധികം വരുമാനമുള്ളവർക്ക് 2027 ഏപ്രിൽ മുതലും 2026-27 വർഷത്തിൽ 20,000 പൗണ്ടിലധികം വരുമാനമുള്ളവർക്ക് 2028 ഏപ്രിൽ മുതലും ഈ സംവിധാനം ബാധകമാകും. അവസാന തീയതി കഴിഞ്ഞാലും ആദ്യ വർഷത്തിൽ പിഴ ഈടാക്കിയില്ല എങ്കിലും റിപ്പോർട്ടുകൾ പിന്നീട് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. നികുതി ബാധ്യത മുൻകൂട്ടി കണക്കാക്കി പ്രത്യേക സേവിംഗ്സ് അക്കൗണ്ടിൽ തുക മാറ്റിവെക്കുന്നത് സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇംഗ്ലണ്ടിലും വെയിൽസിലും കാട്ടുതീ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഡിസ്പോസബിൾ ബാർബിക്യൂകളുടെ ഉപയോഗവും വിൽപ്പനയും താൽക്കാലികമായി നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കർഷക സംഘടനകളും ഭൂവുടമകളും അഗ്നിരക്ഷാസേനയും മുന്നോട്ട് വെച്ച ആവശ്യത്തിന് ലിബറൽ ഡെമോക്രാറ്റുകളും ലേബർ പാർട്ടിയിലെ നിരവധി എംപിമാരും പിന്തുണ പ്രഖ്യാപിച്ചു. കടുത്ത വരൾച്ചയും ചൂടും മൂലം എളുപ്പത്തിൽ തീപിടിക്കുന്ന അവസ്ഥയിലാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ചെറിയ തീപ്പരി പോലും കൃഷിയിടങ്ങളും വിളവുകളും കന്നുകാലികളും യന്ത്രസാമഗ്രികളും നിമിഷങ്ങൾക്കകം നശിപ്പിക്കാമെന്ന് നാഷണൽ ഫാമേഴ്സ് യൂണിയൻ ഡെപ്യൂട്ടി പ്രസിഡന്റ് പോൾ ടോംസൺ മുന്നറിയിപ്പ് നൽകി. പ്രധാന സൂപ്പർ മാർക്കറ്റുകളിൽ പലതും ഇതിനകം ഇത്തരം ബാർബിക്യൂകളുടെ വിൽപ്പന നിർത്തിയെങ്കിലും ചെറുകിട കടകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇവ ഇപ്പോഴും ലഭ്യമാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ബാർബിക്യൂ, ക്യാമ്പ് ഫയർ എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വർഷം UKയിലെ എല്ലാ മേഖലകളിലും കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 20,000 ഹെക്ടറിലേറെ ഭൂവിഭാഗം തീയിൽ നശിച്ചതായും കണക്കാക്കപ്പെടുന്നു. സഫോക്കിലെ തീപിടുത്തം സൈസ്വെൽ B ആണവ നിലയത്തിന് സമീപം വരെ എത്തിയിരുന്നു. അതേസമയം ഡിസ്പോസബിൾ ബാർബിക്യൂകൾക്ക് രാജ്യവ്യാപക നിരോധനം ഏർപ്പെടുത്താൻ നിലവിൽ പദ്ധതിയില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ പ്രാദേശിക കൗൺസിലുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ട് ക്ലോഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ 14,000 പൗണ്ടിലധികം നഷ്ടപ്പെട്ടതായി ബ്രിട്ടനിലെ മെട്രോ ബാങ്ക് ഉപഭോക്താവ് വെളിപ്പെടുത്തി. സസെക്സിലെ വ്യവസായി സോളി റട്ടറുടെ അക്കൗണ്ടിൽ നിന്നാണ് 14,000 പൗണ്ട് അനധികൃതമായി പിൻവലിക്കപ്പെട്ടതായി പരാതി ഉയർന്നത്. തട്ടിപ്പുകാർ ക്ലോഡ് ഉപയോഗത്തിനുള്ള ക്രെഡിറ്റുകൾ വാങ്ങുന്നതിനായി അദ്ദേഹത്തിന്റെ കാർഡ് വിവരങ്ങൾ ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. സംശയാസ്പദമായ ഇടപാടിനെ കുറിച്ച് ബാങ്ക് സന്ദേശം അയച്ചപ്പോൾ അത് താൻ അംഗീകരിച്ചതല്ല എന്ന് റട്ടർ മറുപടി നൽകിയെങ്കിലും പിന്നാലെ 90 പൗണ്ട് മുതൽ 200 പൗണ്ട് വരെ മൂല്യമുള്ള നിരവധി ഇടപാടുകൾ കൂടി നടന്നതായി അദ്ദേഹം ആരോപിച്ചു. ബാങ്ക് കാർഡ് പിന്നീട് ബ്ലോക്ക് ചെയ്തുവെങ്കിലും അതിനു മുൻപ് വലിയ തുക നഷ്ടമായിരുന്നു. ഗാർഡിയൻ പത്രത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ബാങ്ക് താൽക്കാലികമായി തുക തിരിച്ചു നൽകുകയും ചാർജ് ബാക്ക് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ക്ലോഡ് വികസിപ്പിക്കുന്ന ആന്ത്രോപിക് തട്ടിപ്പിന് പിന്നിൽ ഏകോപിതമായ ഒരു സംഘമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കാർഡ് വിവരങ്ങൾ അവരുടെ സംവിധാനങ്ങളിൽ നിന്നാണ് ചോർന്നത് എന്നതിന് തെളിവില്ല എന്നും കമ്പനി അറിയിച്ചു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് നിരോധിച്ചതായും അനധികൃതമായി പണം ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കൾ പരാതിപ്പെട്ടാൽ തുക മടക്കി നൽകുമെന്നും ആന്ത്രോപിക് വ്യക്തമാക്കി. സംഭവത്തിൽ മെട്രോ ബാങ്ക് ഉപഭോക്താവിനോട് ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരമായി 300 പൗണ്ട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കോപ്പിയുടെ ആരോപണവും അക്കാദമിക് നേട്ടങ്ങൾ സംബന്ധിച്ച വിവാദങ്ങളും ഉയർന്നതിനെ തുടർന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ സാമൂഹ്യശാസ്ത്ര പ്രൊഫസറായ ജേസൺ ആർഡെ സ്ഥാനമൊഴിഞ്ഞു. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാജി. 2023 കേംബ്രിഡ്ജിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനായ പ്രൊഫസർ എന്ന നിലയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആർഡെ. ഡോക്ടറൽ പ്രബന്ധത്തിലും മറ്റ് ഗവേഷണ പ്രബന്ധങ്ങളിലും മറ്റുള്ളവരുടെ രചനകൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചെന്ന ആരോപണങ്ങളാണ് പ്രധാനമായും ഉയർന്നത്. കൂടാതെ വിവിധ സർവകലാശാലകളുമായുള്ള അക്കാദമിക് ബന്ധങ്ങളും ബഹുമതി പദവികളും സംബന്ധിച്ച അവകാശവാദങ്ങളിലും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ആർഡെ മുൻപ് നടന്ന അന്വേഷണങ്ങളിൽ അക്കാദമിക് ക്രമക്കേട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിലപാട് സ്വീകരിച്ചത്. തുടർച്ചയായ ആരോപണങ്ങളും പൊതുവിമർശനങ്ങളും കുടുംബത്തെയും വ്യക്തിജീവിതത്തെയും ഗുരുതരമായി ബാധിച്ചതിനാലാണ് രാജിവെക്കുന്നതെന്ന് ആർഡെ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം രാജി ആരോപണങ്ങൾ അംഗീകരിക്കുന്നതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേംബ്രിഡ്ജ് സർവകലാശാലയും ജീസസ് കോളേജും വിഷയത്തിൽ പ്രത്യേക അന്വേഷണങ്ങൾ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഇത്രയും കാലം വിന്റർ ആയിരുന്നു NHSന് വലിയ സമ്മർദ്ദമുണ്ടാക്കിയിരുന്നത്. വിന്റർ മാസങ്ങളിലെ രോഗികളുടെ വൻ ഡിമാൻഡ് NHSന് എല്ലാ കാലവും പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്.
ഇതിന്റെ ആഘാതം മാസങ്ങൾ നീണ്ടു നിൽക്കും. സമ്മറിലേക്ക് എത്തുമ്പോഴാണ് നഴ്സുമാർ ഉൾപ്പെടെ NHS ജീവനക്കാർക്ക് അല്പമൊന്ന് ആശ്വസിക്കാൻ സമയം കിട്ടിയിരുന്നത്. എന്നാൽ ആ സ്ഥിതി മാറുകയാണ്. ഇനി സമ്മർ സീസണിലും പ്രതിസന്ധി നേരിടാൻ NHS ഒരുങ്ങിയിരിക്കണമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. കാരണം സമ്മറിന്റെ കാഠിന്യം ഏറുകയാണ്. വർഷാവർഷം കൂടി വരുന്ന സമ്മറുകളിൽ വിന്ററിന് സമാനമായ സമ്മർദ്ദങ്ങൾ നേരിടുന്നത് മൂലം പ്രതിസന്ധി രൂപപ്പെടുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെറ്റ് കൂപ്പർ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധി UK-യിൽ പതിവ് കാര്യമായി മാറുമെന്ന് കൂപ്പർ പറയുന്നു. ഫ്ലൂ സീസണിൽ നേരിടുന്ന സമ്മർദ്ദമാണ് A&Eകളിൽ ഇപ്പോൾ NHS ജീവനക്കാർ നേരിടുന്നതെന്ന് ഹെൽത്ത് സെക്രട്ടറി സമ്മതിക്കുന്നു. ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലും NHS സംവിധാനങ്ങൾ പിടിച്ചു നിൽക്കാൻ ഗവൺമെന്റ് സുപ്രധാന നിക്ഷേപം നടത്തുമെന്നും കൂപ്പർ അറിയിച്ചു. തുടർച്ചയായി വരുന്ന ഉഷ്ണതരംഗങ്ങൾ NHS ഇംഗ്ലണ്ടിൽ സൃഷ്ടിക്കുന്ന ആഘാതം സംബന്ധിച്ച് ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും നൽകുന്ന മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിലാണ് ഹെൽത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം. കടുത്ത കാലാവസ്ഥയിൽ സർജറികൾ റദ്ദാക്കണമെന്ന് റോയൽ കോളേജ് ഓഫ് GP നേരത്തെ ഉപദേശിച്ചിരുന്നു. ചൂടേറിയ കാലാവസ്ഥയിൽ റേഡിയോതെറാപ്പി മെഷീനുകളും MRI സ്കാനറുകളും പ്രവർത്തനരഹിതമായ സംഭവങ്ങൾ ഉണ്ടായി. വാർഡുകളിൽ ചൂടേറുകയും ആശുപത്രികളിലെ കൂളിംഗ് യൂണിറ്റുകൾ തകരാറിലാവുകയും ചെയ്തു. മെയ് ജൂൺ മാസങ്ങളിലെ ഉഷ്ണതരംഗങ്ങളിൽ ഏകദേശം 2877 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. വിനറിലെ പോലെയും പ്രായമായവരും രോഗികളും കുട്ടികളും സമ്മറിൽ നന്നായി ശ്രദ്ധിക്കേണ്ട സ്ഥിതിയാണ്. UK-യിൽ കടുത്ത ചൂട് പതിവാകുന്ന സാഹചര്യത്തിൽ ശൈത്യകാല സമ്മർദ്ദങ്ങൾ നേരിടുന്നത് പോലെ വേനൽക്കാല ചൂടിനെയും നേരിടാൻ NHS തയ്യാറെടുപ്പ് നടത്തണമെന്ന് ആരോഗ്യ സെക്രട്ടറി വെറ്റ് കൂപ്പർ ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആശുപത്രികളിലെ രോഗിത്തിരക്കും ഗണ്യമായി വർദ്ധിക്കുന്നതായി അവർ വ്യക്തമാക്കി. ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിലായി ഇംഗ്ലണ്ടിൽ മാത്രം 2877 ചൂട് സംബന്ധമായ അധിക മരണങ്ങൾ രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. പല ആശുപത്രികളിലും അടിയന്തര വിഭാഗങ്ങളിൽ രോഗികളുടെ എണ്ണം റെക്കോർഡ് നിലയിലെത്തിയതോടെ ചികിത്സാ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉയർന്ന താപനില ആശുപത്രി കെട്ടിടങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തെയും ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ആശുപത്രികളിൽ കൂടുതൽ താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെട്ടിടങ്ങളുടെ കാലാവസ്ഥാ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ പരിഗണിക്കുന്നതായി കൂപ്പർ പറഞ്ഞു. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക ബോധവൽക്കരണ പദ്ധതികളും നടപ്പാക്കും. വരും വർഷങ്ങളിൽ ചൂട് കൂടുതൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ ആരോഗ്യരംഗം പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടി. വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ കേന്ദ്രമായ ലണ്ടനിലെ കോവന്റ് ഗാർഡനിൽ 4 പുരുഷന്മാർക്ക് കുത്തേറ്റ സംഭവത്തിൽ 47-കാരിയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ഉച്ചയോടെ എൽഡൻ സ്ട്രീറ്റിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെ ട്രോമ സെന്ററിലേക്ക് മാറ്റി. 34, 39, 42, 52 വയസ്സുള്ള പുരുഷന്മാർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 2 പേരെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചപ്പോൾ മറ്റുള്ളവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്ന് അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന കത്രിക പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. ആക്രമണം ഒറ്റപ്പെട്ട സംഭവമാണെന്നും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. ആയുധം കൈവശം വെച്ചതിനും ആക്രമണം നടത്തിയതിനുമുള്ള സംശയത്തെ തുടർന്നാണ് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. UK-യിൽ മുന്തിയ വിലയ്ക്ക് വാങ്ങിയ വീടും ഫ്ളാറ്റും വിൽക്കുന്നത് വലിയ നഷ്ടത്തിൽ. ബ്രിട്ടനിലെ പ്രോപ്പർട്ടി വിപണിയെ തകർത്തുകൊണ്ടാണ് ആയിരക്കണക്കിന് പൗണ്ട് നഷ്ടത്തിൽ ഫ്ളാറ്റുകൾ വിൽക്കേണ്ടി വരുന്നത്. ലണ്ടനിൽ കൂടിയ വിലയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് മൂല്യം കുറച്ച് വിൽക്കേണ്ടി വരുന്ന അവസ്ഥ രാജ്യം മുഴുവൻ പടരുകയുമാണ്. ബർമിംഗ്ഹാം, ലെസ്റ്റർ, ന്യൂകാസിൽ, ഷെഫീൽഡ് എന്നിവിടങ്ങളിലെ വീട്ടുടമകൾക്കാണ് ഏകദേശം 40,000 പൗണ്ട് വരെ നഷ്ടത്തിൽ വിൽപ്പന നടത്തേണ്ടി വരുന്നതെന്ന് പുതിയ ഡേറ്റ വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 2026 മെയ് വരെയുള്ള ഫ്ളാറ്റ് വിൽപ്പന സംബന്ധിച്ച കണക്കുകൾ ട്രാക്ക് ചെയ്താണ് പ്രോപ്പർട്ടി ഡേറ്റ പ്രതിസന്ധി പുറത്തുവിട്ടത്. കഴിഞ്ഞ 2 ദശകത്തിനിടെ വാങ്ങാനായി പ്രോപ്പർട്ടിക്ക് നൽകിയ വിലയും ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ലഭിച്ച തുകയും താരതമ്യം ചെയ്താണ് ഈ നഷ്ടക്കണക്ക് കണ്ടെത്തിയത്. ഷെഫീൽഡിലെ സിറ്റി സെന്ററിൽ കഴിഞ്ഞ 12 മാസത്തിനിടെ ഫ്ളാറ്റ് വിൽപ്പന നടത്തിയ 62% പേരും നഷ്ടത്തിലാണ് വിൽപ്പന നടത്തിയത് എന്നതാണ് കണക്ക്. ബർമിംഗ്ഹാം സിറ്റി സെന്ററിലും സ്ഥിതി വ്യത്യസ്തമല്ല. 61% ഉടമകളും യഥാർത്ഥത്തിൽ ചെലവാക്കിയ തുകയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഫ്ളാറ്റ് വിറ്റഴിച്ചത്. വെസ്റ്റ് ലണ്ടനിലെ ഉക്സ്ബ്രിഡ്ജിൽ 58% ഫ്ളാറ്റ് ഉടമകൾക്ക് പണം നഷ്ടപ്പെട്ടു. ലെസ്റ്റർ സിറ്റി സെന്ററിലും ഫ്ളാറ്റ് വിൽപ്പന നഷ്ടത്തിലാണ് അരങ്ങേറുന്നത്. ലാൻഡ് രജിസ്ട്രി കണക്ക് പ്രകാരം ദേശീയ തലത്തിൽ ഫ്ളാറ്റുകളുടെ മൂല്യം 4 വർഷം മുൻപത്തേക്കാൾ മൂല്യം കുറഞ്ഞതായാണ് വ്യക്തമാക്കുന്നത്. 2022-ൽ 2 ലക്ഷം പൗണ്ടിന് മുകളിലെത്തിയ മൂല്യം ഇപ്പോൾ 1,92,000 പൗണ്ടിലാണ് എത്തി നിൽക്കുന്നത്. ആഴ്ചകളോളം മോർട്ട്ഗേജ് നിരക്കുകൾ വർദ്ധിപ്പിച്ച ശേഷം നിരക്ക് കുറയ്ക്കുന്ന ലെൻഡറായി നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി. യുദ്ധവും പണപ്പെരുപ്പ ഭീതിയും വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ലെൻഡർമാർ ഏതാനും ആഴ്ചയായി നിരക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊരു ഇടവേള നൽകിക്കൊണ്ടാണ് നേഷൻ വൈഡ് തങ്ങളുടെ റേറ്റ് കുറച്ചിരിക്കുന്നത്.
ഫസ്റ്റ് ടൈം ബയർ, ഹോം മൂവർ, റിമോർട്ട്ഗേജ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളിലും ഈ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫിക്സഡ് റേറ്റ് 4.52%. നേരത്തെ 35 പോയിന്റ് കൂട്ടിയ ശേഷം ഇപ്പോൾ 19 പോയിന്റ് കുറയ്ക്കാനാണ് നേഷൻ വൈഡ് തയ്യാറെടുക്കുന്നത്. ഈ വർഷം 1.8 മില്യൺ ഭവന ഉടമകൾ റീമോർട്ട്ഗേജ് ചെയ്യാൻ ഇരിക്കവെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. 5 വർഷം മുൻപ് മോർട്ട്ഗേജ് നിരക്കുകൾ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. ചില ഡീലുകൾ 1% താഴെ പോലും ലഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ നിരക്കുകൾ അതിൽ നിന്നെല്ലാം വളരെ ഉയർന്ന നിലയിലാണ്. റീമോർട്ട്ഗേജ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഷോക്ക് ഭവന ഉടമകൾ നേരിടേണ്ടത്. പ്രതിമാസ തിരിച്ചടവുകൾ റോക്കറ്റ് പോലെ കുതിക്കുന്നതിനിടയിൽ റേറ്റ് അല്പം കുറഞ്ഞു കിട്ടുന്നതിന്റെ ആശ്വാസം മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.